നമസ്കാരം. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല താൻ പരാതി നൽകിയതെന്ന് CPM-ലെ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട പരാതിക്കാരൻ വ്യവസായി മുഹമ്മദ് ഷെർഷാദ്. രാജേഷ് കൃഷ്ണ കടലാസ് കമ്പനി ഉണ്ടാക്കി കേരളത്തിലെ സർക്കാർ പദ്ധതിയിൽ നിന്ന് പണം തട്ടിയെന്നും MV ഗോവിന്ദന്റെ മകനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും വ്യവസായി ആരോപിച്ചു. MV രാജേഷ്, KN ബാലഗോപാൽ, MV ഗോവിന്ദൻ തുടങ്ങി CPM-ന്റെ മുൻനിര നേതാക്കളുമായി രാജേഷ് കൃഷ്ണയ്ക്ക് വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ട് എന്നും 2016 ശേഷം UK-യിൽ വലിയ വളർച്ചയാണ് രാജേഷ് കൃഷ്ണ നേടിയതെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. താൻ 2021 കോടിയേരി ബാലകൃഷ്ണന് രാജേഷ് കൃഷ്ണയെക്കുറിച്ച് പരാതി നൽകിയത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ രാജേഷ് കൃഷ്ണയെ മാറ്റി നിർത്തി. എന്നാൽ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെ രാജേഷ് കൃഷ്ണ പൂർവാധികം ശക്തിയോടെ തിരികെ വന്നു. MV ഗോവിന്ദൻ ലണ്ടനിൽ പോയപ്പോൾ രാജേഷ് കൃഷ്ണയുടെ വീട് സന്ദർശിച്ചു. അവിടെ വച്ച പുസ്തക പ്രകാശന പരിപാടിയിൽ ഭാഗമായി. അത് കണ്ട് താൻ ഗോവിന്ദൻ മാഷെ വിളിച്ച് സംസാരിച്ചു. തൻ്റെ കഥകളെല്ലാം കേട്ടിട്ടും മാഷിന്റെ ഭാഗത്ത് നിന്ന് പിന്തുണയുണ്ടായില്ല. താനും പിന്നീട് തൻ്റെ തിരക്കിലേക്ക് മടങ്ങി. ഇതിനിടയിലാണ് പാർട്ടി സമ്മേളന പ്രതിനിധിയായി രാജേഷ് കൃഷ്ണ വരുന്ന വിവരം അറിയുന്നത്. അവിടെ നിന്ന് ഇയാൾ കാരണം ബുദ്ധിമുട്ടിലായ ചിലരാണ് തന്നെ വിളിച്ചു പറഞ്ഞത്. അതിന്റെ ഭാഗമായി താൻ ഇടപെട്ടു. ഇതായിരുന്നു ഷെർഷാദിന്റെ വെളിപ്പെടുത്തൽ. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഷെർഷാദ് CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കോടതി രേഖയായി എന്നാണ് ആരോപണം. പരാതി ചോർത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാം എന്ന് ആരോപിച്ച ഷെർഷാദ് CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പരാതി നൽകിയതോടെ പകർപ്പ് പുറത്തു വന്നിരുന്നു. രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ മാനനഷ്ട കേസിൽ വിവാദ കത്ത് ഭാഗമായതോടെ പാർട്ടിക്ക് നൽകിയ രഹസ്യ കത്ത് എങ്ങനെ മാനനഷ്ട കേസിൽ തെളിവായി എന്നാണ് ചോദ്യം. രാജേഷ് കൃഷ്ണയെ മധുരയിലെ CPM പാർട്ടി കോൺഗ്രസിൽ ലണ്ടനിൽ നിന്നുള്ള പ്രതിനിധിയായി നിശ്ചയിച്ചിരുന്നു. എന്നാൽ സമ്മേളനം തുടങ്ങിയപ്പോൾ പ്രവേശനം അനുവദിച്ചില്ല. ഇത് റിപ്പോർട്ട് ചെയ്ത ചില മാധ്യമങ്ങൾക്കെതിരെ രാജേഷ് കൃഷ്ണ നൽകിയ മാനനഷ്ട കേസിലാണ് പാർട്ടിക്ക് ഷെർഷാദ് നൽകിയ കത്തും ഉള്ളത്. CPM നേതാക്കളുമായുള്ള സാമ്പത്തിക ഇടപാടടക്കമുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്ന പരാതി സ്വകാര്യ അന്യായത്തിനൊപ്പം കോടതിയിലെത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി ഷെർഷാദ് രംഗത്ത് വന്നിരുന്നു. 2022 ചെന്നൈയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ നൽകിയ പരാതി പോളിറ്റ് ബ്യൂറോ നടപടികൾക്ക് ശേഷം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൈമാറിയിരുന്നു. ഈ പരാതി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാണ് ചോർന്നതെന്ന് ഷെർഷാദ് ആരോപിച്ചു. അതിന് പിന്നിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകന് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പരാതിയിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയിലേക്ക് വിദേശത്ത് നിന്ന് വൻതോതിൽ പണം അയക്കുകയും അത് പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇങ്ങനെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് വന്ന പണം ഇടതുപക്ഷത്തെ നേതാക്കൾക്ക് നൽകി. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പണത്തിന് പുറമെ കൺസൾട്ടൻസി, മറ്റ് സേവനങ്ങൾ തുടങ്ങിയ പേരിലാണ് ഈ പണം നൽകിയിട്ടുള്ളത്. മുൻ മന്ത്രിമാരായവർക്കും ഇപ്പോഴത്തെ മന്ത്രിമാർക്കും ഫണ്ട് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പുറത്തു വന്നാൽ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും അടിത്തറ തന്നെ ഇളകും എന്നാണ് പറയപ്പെടുന്നത്. വിദേശ നിക്ഷേപ നിയമം ലംഘിച്ചതിന് ഈ ഇടപാടുകളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്.